കാണുന്നത് ഉത്രാടപ്പാച്ചിലൊന്നും അല്ല, ഓണമാവുന്നേ ഉള്ളൂ, ഉത്രാടമാവുന്നേ ഉള്ളൂ. പക്ഷേ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് ഈ പാച്ചിൽ മലയാളി തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ പാച്ചിൽ ഒടുവിൽ നമ്മൾ എവിടെയാണ് എത്തിച്ചേരുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഓണസദ്യ കഴിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യത്തിന് തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഓണക്കോടിക്കൊപ്പം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഓണസദ്യ. പക്ഷേ ഈ ബഹളത്തിനിടയിലൊക്കെ തന്നെ നമുക്ക് ഓണസദ്യ ഒരുക്കാൻ സമയമില്ല. പണ്ട് ഈ ഉത്രാടപ്പാച്ചിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീട്ടിൽ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ്. ഇപ്പോൾ ആകെ 1-2 പേരാണ്. 3-4 പേർക്കൊക്കെ സദ്യ ഉണ്ടാക്കിയാൽ മതിയാകും. എങ്കിൽ പോലും അതിന് സമയം മാറ്റി വെച്ചാൽ നമുക്ക് മറ്റ് ആഘോഷങ്ങൾക്ക് സമയം കുറയുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു ട്രെൻഡാണ് പുറത്തുനിന്ന് വാങ്ങുക. പുറത്തുനിന്ന് വാങ്ങാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അതേ സദ്യയുടെ ടേസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഓണസദ്യ കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങായതുകൊണ്ട് തന്നെ ഓണസദ്യ, നല്ല സദ്യ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോൾ എൻ്റെ അന്വേഷണം എത്തിച്ചേർന്ന് നിന്ന സ്ഥലം ഇതാണ്, മദേഴ്സ് വെജ് പ്ലാസ. തിരുവനന്തപുരത്തുള്ള മദേഴ്സ് വെജ് പ്ലാസയിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നല്ല സദ്യ കിട്ടും എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഞാൻ അവരെ അത്ര കണ്ടങ്ങനെ വിശ്വാസം എടുക്കുന്നില്ല. നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം ഞാൻ നിങ്ങളോടും പറയാം ഈ സദ്യ എത്രത്തോളം നല്ല സദ്യയാണ്, നിങ്ങൾക്ക് ഈ സദ്യ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ, എത്ര രൂപയാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നു തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം നമുക്ക് അറിയാം. സദ്യയും കഴിക്കാം, സദ്യ ബുക്ക് ചെയ്ത് പോകാം. ഓക്കെ. സദ്യ വിളമ്പി കിട്ടി. അതായത് ഈ തിരുവനന്തപുരത്തെ സദ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. വളരെ ശാസ്ത്രീയമായി കഴിക്കുക. പന്തീര് പക്ഷം പാടില്ല എന്ന് പറയുന്ന ചൊല്ല് തന്നെ ഇവിടെ നിന്നുണ്ടായതാണ്. അതായത് ഒരു പന്തിയിൽ ഇങ്ങനെ ഇലയിൽ സദ്യ വിളമ്പി പോകുമ്പോൾ അതിലൊരു കറി കുറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കറി കൂടിയാൽ അത് പ്രശ്നമാണ്. അത് ഇരുപക്ഷമായി പോകും. ഇരുപക്ഷത്ത് നിൽക്കുന്ന പോലെ ആയി, അങ്ങനെ ഒരു പക്ഷഭേദം കാണിച്ചതുപോലെ ആയിപ്പോവും. അതാണ് കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ സദ്യക്ക് ഈ ഓർഡറിൽ മാത്രമേ വിളമ്പാൻ പാടുള്ളൂ എന്നുണ്ട്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, ഇത് 4 തൊടുകറികളാണ്. ഇത് ഈ ഓർഡറിൽ തന്നെ വിളമ്പണം. വെള്ളരിക്ക കിച്ചടി, പാവയ്ക്ക കിച്ചടി, മെഴുക്ക് വരട്ടി, പൈനാപ്പിൾ പച്ചടി, അവിയൽ, തോരൻ, കൂട്ടുകറി, ഇത്രയും കറികൾ പ്രധാനം. ചോറ് നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ചോറിനെ 2ആയിട്ട് മാറ്റണം. 2ആയിട്ട് മാറ്റി അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് വഴിയെ പറഞ്ഞുതരാം. പരിപ്പും നെയ്യും പപ്പടവും കൂട്ടി തുടങ്ങാം. അതാണ് സദ്യയുടെ തുടക്കം. പരിപ്പും പപ്പടവും നെയ്യും ഉണ്ടെങ്കിൽ സദ്യയായി എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. 4 കൂട്ടം ഉണ്ടെങ്കിൽ തന്നെ സദ്യയായി. പക്ഷേ നമുക്ക് ഓരോ കറികളുടെയും ടേസ്റ്റ് നോക്കണം. ഇഞ്ചി നമുക്ക് അവസാനം നോക്കാം. ഈ മാങ്ങ എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് മാങ്ങ നോക്കാമെന്ന് വിചാരിച്ചു. ഗംഭീര അച്ചാറ്. ഇതിനെന്തോ ഇവരുടേതായ ടിപ്സ് ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഉഗ്രൻ അച്ചാറാണ്. ആ മാങ്ങ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല അച്ചാറായിരിക്കും. നെല്ലിക്ക അച്ചാറുണ്ട്. ഇത് വെള്ളരിക്ക കിച്ചടിയാണ്. ഉഗ്രം മോര് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പുളിയൊക്കെ പാകം. പച്ചടി, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പൈനാപ്പിൾ പച്ചടി. ആഹാ, ഇതിലൊക്കെ എന്തൊക്കെയോ എക്സ്ട്രാ ടേസ്റ്റുകളുണ്ട് കേട്ടോ, നമ്മൾ കഴിക്കാത്ത തരം ടേസ്റ്റുകളൊക്കെ. അവിയൽ കഴിച്ചപ്പോഴാണ് പണ്ട് വീട്ടിൽ അമ്മുമ്മയൊക്കെ ഉണ്ടാക്കിയ ടേസ്റ്റ് അതേപടി കിട്ടുന്നത്. അവിയലിന് നല്ല ടേസ്റ്റാണ്. തോരൻ പൊതുവെ എനിക്ക് ഇഷ്ടമുള്ളൊരു തോരനല്ലെങ്കിലും പരിപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റുണ്ട്. കൊള്ളാം. ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ടേസ്റ്റില്ല കേട്ടോ. കൂട്ടുകറിയും ഗംഭീരമായിട്ടുണ്ട്. നല്ല മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല കറിയാണ്. ചേച്ചി സാമ്പാർ വരാനായി, നമുക്ക് സാമ്പാറും കൂട്ടിയിട്ട് കഴിക്കാം. സാമ്പാർ ആദ്യം ഏതാ? അടപ്പായസം. അടപ്പായസം പഴം കൂട്ടി വേണം കഴിക്കാൻ. മധുരം പാകം. ഞാനധികം മധുരം ഇഷ്ടപ്പെടുന്ന ആളല്ല, അതുകൊണ്ട് പായസം സാധാരണ ഞാൻ കുറച്ചാണ് കഴിക്കണം. പായസം ഭയങ്കര മധുരമായിരിക്കും. പക്ഷെ ഇത് നല്ല പാകത്തിനാണ്
പപ്പടം കൂട്ടി വേണം കടലപ്പായസം കഴിക്കാൻ. കടലയായാലും പരിപ്പായാലും ഒക്കെ രണ്ടാമത് വിളമ്പുന്ന അടപ്രഥമനാണ് പ്രഥമൻ. അതുകൊണ്ട് പായസന്മാരിൽ ഒന്നാമൻ. അത് നമ്മൾ കഴിച്ചു. പഴവും കൂട്ടി, ഇനി പപ്പടവും കൂട്ടിയാണ് കടല അല്ലെങ്കിൽ പരിപ്പൊക്കെ കഴിക്കുക. ആഹാ, ഇത് അമ്പലപ്പുഴ പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ കൂടെ നമ്മളൊന്നും ചേർക്കാൻ പാടില്ല. അതങ്ങനെ തന്നെ കഴിക്കേണ്ട പായസമാണ്. കാരണം ഇറ്റ്സെൽഫ് അത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സംഗതിയാണ്. മുന്തിരിയും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടാണ്. നോക്കട്ടെ, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അത്ര ടേസ്റ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തായാലും നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ. പക്ഷെ ഇത് അതേപോലെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ബോളി. തിരുവനന്തപുരത്ത് മാത്രമാണ് ബോളി കിട്ടാറ്. ഈ ബോളി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സേമിയ പായസം അല്ലെങ്കിൽ സേമിയ പായസം കഴിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ബോളി, ഇത് രണ്ടും മസ്റ്റാണ്. ഇതും തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ എല്ലായിടത്തും ഇപ്പോൾ ബോളി കിട്ടുന്നുണ്ട്. ഈ ബോളി ഇവിടെ ഉണ്ടാക്കുന്ന നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കത് കാണാം. ഇങ്ങനെ ബോൾ പോലെ പൂരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും. നല്ല പൊള്ളി വരുന്ന ടൈപ്പ് ബോളി. കണ്ടാൽ അറിയാം അവരെത്ര ഹൈജീനിക്കായിട്ടും നല്ലതായിട്ട് ടേസ്റ്റി ആയിട്ടും അത് ഉണ്ടാക്കുന്നത്. നമ്മൾ സദ്യയുടെ അവസാന ഘട്ടത്തിലോട് കടക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് മറ്റ് ജില്ലക്കാർക്ക്, തിരുവനന്തപുരം ജില്ലക്കാരോട് ഇപ്പം തന്നെ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ, ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. പായസത്തിന് ശേഷം പിന്നെ ചോറുണ്ണുന്നതിനോട് മറ്റ് ജില്ലക്കാർക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾ തിരുവനന്തപുരത്തുകാരിക്കാണ് വളരെ ശാസ്ത്രീയമായാണ് കഴിക്കുന്നത്. ഓരോന്നിനും പുളിയും മധുരവും, എരിവ്, സാമ്പാർ എരിവാണല്ലോ, അതിനുശേഷം മധുരമുള്ള പായസം, അതിനുശേഷം അല്പം പുളിയുള്ള പുളിശ്ശേരി. ഈ കുറച്ച് ചോറ് അതിനാണ് വെച്ചേക്കുന്നത്. പുളിശ്ശേരി ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഓരോന്ന് ചെറുതായിട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ. എൻ്റെ വയറിപ്പോൾ ഓൾറെഡി തന്നെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒട്ടും പുളിയില്ലാത്ത പക്ഷെ നല്ല മോര് വെച്ചിട്ടുള്ളതാണ്. പുളിശ്ശേരി കഴിഞ്ഞാൽ രസം. ഈ രസം ചുമ്മാ ഇങ്ങനെ കഴിച്ചാൽ പോരാ, ഇങ്ങനെ കയ്യിലൊഴിച്ചിട്ട് കുടിക്കണം. ആഹാ, ഈ രസം ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കഴിച്ച എല്ലാ കറികളും ദഹിക്കാനുള്ള പ്രക്രിയ തുടങ്ങും എന്നുള്ളതാണ്. അതിനാണ് രസം നമുക്ക് ഈ ഒരു സമയത്ത് തരുന്നത്. മോര് അതും ഇതുപോലെ കയ്യിലൊഴിച്ച് കുടിക്കണം. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇവിടെ കട്ടത്തൈരും വെച്ചിട്ടുണ്ട്. ഈ സാധാരണഗതിയിൽ ഈ കട്ടത്തൈര് ഒരു നമ്മുടെ സദ്യയുടെ ഭാഗമല്ലെങ്കിൽ പോലും ഇവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗംഭീരം. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിയൽ. ഗംഭീര അവിയലാ. കൂട്ടുകറി നല്ലതാ. മാങ്ങ അച്ചാർ, സൂപ്പർ മാങ്ങ അച്ചാറാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇഞ്ചിക്കറി, നമ്മുടെ ഇഞ്ചിക്കറി 100 കറി എന്നാണ് പറയുക. ഇഞ്ചിക്കറി എടുത്തൊന്ന് ഇനി നമുക്ക് പെട്ടെന്ന് ഈ കൂടി ദഹിക്കും. ഈ പറഞ്ഞ പോലെ കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കും, പെട്ടെന്ന് ഉറക്കം വരും. പക്ഷെ അതിന് മുൻപ് നമുക്ക് ഇവിടുത്തെ അടുക്കളയിലൊന്ന് പോയി നോക്കണം. ഇതിൻ്റെ ചില ചെറിയ രുചിക്കൂട്ടുകളൊക്കെ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ള അനുമതി കിട്ടുമോ നമുക്ക് നോക്കാം. കിട്ടുമെങ്കിൽ നമുക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ട് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. ഏതായാലും ഊണ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഇല മടക്കണം. So I'm from Malaysia, in Australia. Come here first time. Definitely will come back. Very, very nice. What about it? Very nice, very nice. All the food is very, very nice. This is the 4th round. Still got more round to come. ഈ അടുക്കളയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നല്ല ചൂടുണ്ട് കേട്ടോ. ഇത്രയും ചൂടിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇതെല്ലാം പാചകം ചെയ്യുന്നത്. ചൂടോടെ തന്നെ വീടുകളിൽ എത്തിക്കുകയും വേണമല്ലോ.
എന്തൊക്കെ വിഭവങ്ങൾ എങ്ങനെയൊക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ വെള്ളമേ ചേർക്കൂല, എല്ലാം ആവിയിൽ വെച്ച് വേവിച്ച് നല്ല രീതിയിൽ 4-5 പ്രാവശ്യം ഇളക്കി അതിൻ്റെ ചേരുംപടികളെല്ലാം ഇട്ട് ശകലം പോലും വെള്ളം തൊടാതെയാണ് അവിയൽ ഉണ്ടാക്കുന്നത്. എല്ലാ വെജിറ്റബിളും ചേർന്ന് ആവിയിൽ വെക്കുന്നതാണ് അവിയൽ. നമ്മൾ സുധ ചേച്ചി അവിയൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിയലിൻ്റെ കൂട്ട് ചേച്ചി പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് അല്പം പോലും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നത്. അവിയൽ ഒട്ടും വെള്ളം ചേർക്കൂല, ആവിയിൽ വേവിക്കും. അവർ പറയുന്ന വാചകങ്ങളിലും വെള്ളം ചേർക്കില്ല കേട്ടോ. അവിയൽ പ്രത്യേകിച്ചും വെള്ളം ചേർക്കാതെ വെക്കുന്ന ഞാൻ 20 വർഷം 10-22 വർഷം കൊണ്ട് കുക്കിംഗ് ആണ്. 6:30 മണിക്കാണോ ആദ്യം അരിയുടെ? ആദ്യം 6:30 സെക്കൻഡ് 10 മണി. എത്ര ഇതിൽ 3 ചോറ് വയ്ക്കോ? വെള്ളരിയുടെ ചോറാണോ? ഉച്ചരി ചോറുണ്ടോ? പൊന്നി റൈസ്. നമ്മൾ ആവശ്യപ്പെടുന്ന അരിയുടെ ചോറാണ് നമുക്ക് തരിക അല്ലേ? ഓക്കെ. നമ്മളിവിടെ വന്ന് സദ്യ കഴിക്കുമ്പോഴും നമുക്ക് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്താലും നിങ്ങൾ ഈ കൂട്ടുകറി പ്രത്യേക രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ? പുഴുങ്ങി മാറ്റി വെച്ച ശേഷം പിന്നീട് എടുത്ത് ആദ്യം സവാള വഴറ്റി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് വഴറ്റിയ ശേഷം ആല് തട്ടി ഇളക്കി പിന്നെ പാലൊഴിച്ച്. തിരുവനന്തപുരത്തെ കൂട്ടുകറിയിലൊരു പ്രധാനപ്പെട്ട ഐറ്റം ആണല്ലോ ഈ ഉഴുന്നുവട ചേർക്കും. പാല്, ഉഴുന്നുവട, അണ്ടിപ്പരിപ്പ് എല്ലാം ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഈ രുചിക്കൂട്ടുകളെല്ലാം കണ്ടുപിടിച്ച ആളെ നമുക്ക് കിട്ടി. കണ്ടുപിടിച്ച ആളെന്ന് പറഞ്ഞാൽ ഈ രുചിക്കൂട്ടുകളെല്ലാം ഏകോപിപ്പിച്ച് മദേഴ്സ് വെജ് പ്ലാസയുടെ കിച്ചണിൽ നിന്ന് ഒരുക്കി ഇറക്കി നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന, നമ്മുടെ തീമേൽ എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ആളാണ് മദേഴ്സ് വെജ് പ്ലാസയുടെ MD ആണ് സനൽ സാർ. ഇത് ഞാനിവിടെ വന്ന് ഈ കിച്ചണിലെ ചില രുചിക്കൂട്ടുകളൊക്കെ ചേച്ചിമാരോട് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഇതിൻ്റെ കാരണം അതിഗംഭീരമായിട്ടുള്ള ചില വിഭവങ്ങൾ കൂടി എനിക്ക് കിട്ടി. 27 തരം അല്ലേ, 27 തരം കറികളാണ് ഉള്ളത്. വിവിധ തരം കറികളും 5 പായസവും ഒക്കെ ഒരുങ്ങുന്നതാണ്. പക്ഷേ ഈ ഒരു സാധനം ഞാനിങ്ങനെ ഇതുപോലുള്ള വലിയ അടുക്കളകളിൽ പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇത് ഇങ്ങനത്തെ വലിയ മെഷീൻസും അതായത് അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളും കൂടി സഹായം കൂടി ഉണ്ടല്ലേ? ഇതിലെന്തൊക്കെയാണ് വെക്കുക? ഇങ്ങനെയുള്ള വലിയ സാമ്പാർ വയ്ക്കാം, അവിയൽ വയ്ക്കാം, തോരൻ വയ്ക്കാം, ആൾമോസ്റ്റ് എവറിത്തിങ്. സാധാരണ നമ്മൾ കൈകൊണ്ട് ഇളക്കണ്ടേ, ഇതിനിളക്കും, ഇതിൻ്റെ സ്പീഡ് കൂട്ടാം. ഇതാണ് അത്യാധുനിക അടുക്കള. ഇതിൽ സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ച് ഇത് തന്നെ ഇളക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് മല്ലിപ്പൊടിയായാലും മുളക് പൊടിയായാലും പൊടിച്ചെടുക്കുന്നത്. മാഡം വീട്ടിൽ മഞ്ഞപ്പൊടിയാണോ മഞ്ഞൾപ്പൊടിയാണോ ഉപയോഗിക്കുന്നത്? മഞ്ഞൾപ്പൊടി. അതെങ്ങനെ? അതായത് എൻ്റെ അമ്മ എനിക്ക് പൊടിച്ചു തരുകയാണ്. അതിനെ മഞ്ഞൾപ്പൊടി എന്ന് പറയും. ഇവിടെ ഒരു ഹോട്ടലിലും ഒരു എത്തിക്സ് ഇല്ല. ഇത് പുറത്തുനിന്ന് വരുന്ന മഞ്ഞപ്പൊടിക്ക് വില കുറവാണ്. ഇത് നമ്മൾ സ്വന്തമായി പൊടിച്ചെടുത്തതാണ്. ഇത് മഞ്ഞൾപ്പൊടി. അത് ശരിയാണ്. ആ വ്യത്യാസം മുളക് പൊടി സ്വന്തമായി പൊടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം നല്ല പ്യൂർ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ മുളക് പൊടി ഉപയോഗിക്കുന്നത് അവർ സാധാരണ പുറത്ത് തമിഴ്നാട്ടിലെ കണ്ടിട്ടുള്ളത് മരപ്പൊടി, സുഡാൻ കളർ. ഇത് ചേർക്കുമ്പോൾ മുളക് പൊടിയാവും. 100 രൂപയ്ക്ക് നമുക്ക് തരാൻ തയ്യാറാവും. നോ എത്തിക്സ്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എങ്ങനെ കിട്ടി എന്ന് ഞാൻ ആലോചിച്ചു. കാരണം അവിടെയൊക്കെ അവർ പണ്ട് മുതലേ അങ്ങനെയാണല്ലോ, ഈ സാധനങ്ങളൊക്കെ ഉണക്കിയെടുത്ത് പൊടിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറ്. ചില കറികൾ അങ്ങനെ എക്സാക്റ്റ് ടേസ്റ്റ് ആയിരുന്നു കിട്ടിയത് നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ദോശയ്ക്ക് അമൂലിൻ്റെ ബട്ടർ ആൻഡ് ചീസാണ് ഉപയോഗിക്കുന്നത്. നോബഡി ഡു ലൈക്ക് ദിസ്. മണി ഈസ് സെക്കൻഡറി. ആളുകളുടെ ഹെൽത്ത് ഫസ്റ്റാണ്. ദാറ്റ് ഈസ് വൈ ഐ ആം എ ലൂസർ. അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നല്ല സദ്യ എവിടെ കിട്ടുമെന്ന് തിരുവനന്തപുരത്ത് അന്വേഷിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞൊരു പേരാണ് മദേഴ്സ് വെജ് പ്ലാസ. അതുകൊണ്ട് തന്നെ അതാണല്ലോ ഒരു വിജയം. ആണല്ലോ കൂടുതലായിട്ടും ഇവിടുന്ന് കാറ്ററിംഗ്
പുറത്തേക്ക് പാഴ്സലായി പോകുന്നതുമെല്ലാം. 365 ദിവസവും ഓണം തന്നെയാണ്. അതെ, ഇവിടെ അപ്പോൾ എല്ലാ ദിവസവും സദ്യ കിട്ടും. ഇതുപോലെ ഓണസദ്യയുള്ള അത്രയും വിഭവങ്ങൾ ഉണ്ടാകുമോ അതോ കുറച്ച് കൂടുതൽ? ഇപ്പോൾ പായസം ഓണത്തിൻ്റെ അന്ന് ഡൈനിങ് 10 പായസം കൊടുക്കുകയാണ്. അതുപോലെ 2 പായസം പോയി എടുത്ത് പാഴ്സലിൽ 5 പായസം. ഇപ്പോൾ പ്രിപ്പറേഷൻ സദ്യ ഇസ് നോട്ട് ഈസി. ബിഹൈൻഡ് ഇറ്റ് ദർ ഇസ് എ ഹിമാലയൻ ടാസ്ക്, എ ഹെർഗൂലിയൻ ടാസ്ക് ബിഹൈൻഡ് ഇറ്റ്. ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ സദ്യ നേരത്തെ ഉണ്ടാക്കാം, കെമിക്കൽ യൂസ് ചെയ്യുന്നു. ഒരു പായസത്തിൻ്റെ ലൈഫ് 4-5 മണിക്കൂർ. ഒരു കിച്ചടിയുടെ ലൈഫ് വളരെ കുറവാണ്. ഒരു കേക്ക് 6 മണിക്കൂർ ഇരിക്കുന്നത് 60 ദിവസം ഇരിക്കുന്നതിൻ്റെ പുറകിൽ എന്താണ്? കെമിക്കലാണ്. അതേ കെമിക്കൽ യൂസ് ചെയ്ത് പലരും ഉണ്ടാക്കുന്നുണ്ട്. 2 ദിവസത്തേക്ക് മുമ്പ് അവിയൽ തോരനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് അന്നേ ദിവസം നമ്മൾ ബുദ്ധിമുട്ടുന്നത്. ഒരു സാധനം ഉപയോഗിക്കുന്നില്ല. എൻ്റെ വീട്ടിലെ കിച്ചൺ അടച്ചിട്ട് 16 വർഷമായി. ഇവിടെ തന്നെ കഴിക്കുക. സാറേ, ഈ കിച്ചൺ നമ്മളിങ്ങനെ കണ്ടുവരുമായിരുന്നു ഞാൻ ഓരോന്നൊക്കെ. അപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു, സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭക്ഷണം അത് വീട്ടിലെ രുചിയോടുകൂടി തന്നെ വച്ച് വിളമ്പാമെന്നുള്ളൊരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? അത് എപ്പോഴും അതിനകത്തൊരു എത്തിക്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ഐ വാസ് എ ടീച്ചർ, ഐ ഹാവ് സോ മെനി ബിസിനസ്. എല്ലാം തകർന്നടിഞ്ഞപ്പോൾ ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വന്നതാണ്. പിന്നെ കേരളം മുഴുവൻ നടന്ന് കേരളത്തെ സദ്യ മൊത്തം പഠിച്ചു. ഇപ്പം മലപ്പുറം സദ്യ അല്ലെങ്കിൽ പാലക്കാട് സദ്യ അതിൽ കൊള്ളാവുന്നുള്ള സാധനം ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ തൃശ്ശൂരിലുള്ള സദ്യയിലും ഇവിടുത്തെ സദ്യയും വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. അതിൽ കൊള്ളാവുന്നുള്ള ഭാഗങ്ങൾ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സദ്യയുടെ ഒരു ടേസ്റ്റും ഇതിലുണ്ടാകും. ഈ പറഞ്ഞ സദ്യ നിങ്ങൾക്ക് എല്ലാ വിഭവങ്ങളും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ വാങ്ങാം. അങ്ങനെയില്ലേ? കസ്റ്റമൈസ് ചെയ്ത് സദ്യ നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ മാത്രം വാങ്ങാം. എല്ലാ സൗകര്യങ്ങളും ചെയ്തു. അതുമല്ല, നമുക്ക് ഇവിടെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് അങ്ങനെ വാങ്ങാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അത് വാങ്ങാം. അപ്പോൾ പൂർണ്ണമായും കസ്റ്റമൈസ് ചെയ്ത സദ്യയും നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകും. അതല്ല നിങ്ങൾക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കറികളും ചേർന്ന് എല്ലാ പായസവും ചേരുന്ന സദ്യയും കിട്ടും. അതെല്ലാം ഇവിടുന്നുണ്ട്. അപ്പുറത്തെ വശത്താണ് ഇവിടുന്ന് പാക്ക് ചെയ്തൊക്കെ പോകുന്നത്. സാധാരണ ഈ ഓണ ദിവസങ്ങളിൽ എത്ര മണി മുതൽ എത്ര മണി വരെ ഉണ്ടാവും ഈ പാക്കിങ്ങും? അത് ഫുൾ നൈറ്റ്. അതിലൊരു കാര്യമുള്ളത്, ഇപ്പോൾ ബോളി, ഉപ്പേരി, ചിപ്സ് എല്ലാം ഉച്ചയ്ക്ക് പാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അച്ചാർ പാക്ക് ചെയ്യും. കിച്ചടിയൊക്കെ രാത്രി ഒരു 12 മണിക്ക് ശേഷമേ പാക്ക് ചെയ്യാൻ പറ്റും. റൈസ് പാക്ക് ചെയ്യുന്നത് 7 മണിക്ക് പാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇഡ്ഡലി ഉണ്ടാക്കാം, തേങ്ങ വറുക്കാം, പിന്നെ ബോയിൽ ചെയ്യാം. കിച്ചടിക്കുള്ള എല്ലാ സാധനവും ഇതിനകത്ത് ബോയിലാവും. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്. ഫീഡ് ചെയ്ത് കൊടുത്താൽ ആ സമയമാകുമ്പോൾ അത് വിളിച്ച് പറയും ഞാൻ റെഡിയാണ്. ഇറ്റ് കോസ്റ്റ് നിയർ അബൌട്ട് 21 lakhs. ഈ ചേച്ചി ഇപ്പം ഇവിടെ ചെയ്തത് വെജിറ്റബിൾസ് വാഷ് ചെയ്യാണ്. വെജിറ്റബിൾ വാഷ് ചെയ്യുന്നതിനുള്ളൊരു മെഷീനാണെന്ന്. നമുക്ക് സാറിനോട് ചോദിക്കാം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന്. നമുക്കറിയാം വെജിറ്റബിൾസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നതിൻ്റെ വിഷാംശവും കാര്യങ്ങളൊക്കെയാണ്. ഓസോൺ സംവിധാനത്തിലൂടെയാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടെങ്കിൽ മാറി കിട്ടും. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഇതിൽ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത്ര ഹൈജീനിക് ആയിട്ടല്ലേ? എവിടെയാണ് പച്ചക്കറികൾ വാങ്ങുന്നത്, കൊണ്ടുവരുന്നത്? ബൾക്കായിട്ടാണോ? ലോക്കലായിട്ട് വാങ്ങിക്കും. പുറത്തുനിന്നുള്ളതും കൊണ്ടുവരും. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്. നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ഈ സ്ഥാപനം ഇത്രയും നിലയിൽ എത്തിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. ഇവിടെ പ്രധാനമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. ആരൊക്കെ? ഒരുപാട് വലിയ വലിയ ഗസ്റ്റുകളൊക്കെ ആരൊക്കെ വന്നിട്ടുണ്ട്? നിതിൻ ഗഡ്കരി സാറ്, പിന്നെ ഇവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ, അങ്ങനെയുള്ള ഒത്തിരി അതെ അല്ലേ? ഒരുപാട് കഴിഞ്ഞ രാഷ്ട്രപതിയുടെ ഫാമിലി എല്ലാം വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുടെ തലവന്മാർ വന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിനിമാ മേഖലയൊന്നും ഒത്തിരി പേര് വരും. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് വരുന്നവർ എവിടെ നിന്ന് നല്ലൊരു സദ്യ കഴിക്കണം എന്ന് തോന്നിയാൽ നേരെ ഇങ്ങോട്ടേക്കാണ് വരാറുണ്ട്. അതൊരു ഭാഗ്യമായി കാണും. അപ്പോൾ അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴൊക്കെ?
ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട് നമ്മളവിടെ കണ്ടു. ഇവിടെ കിട്ടാറുണ്ട്. അതെല്ലാം ഒരുപക്ഷെ ഈ രുചി അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയത്, ഹൈജീനിക് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയത്, കാരണം അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അകത്ത് കയറിയപ്പോൾ. സജന സാറിൻ്റെ മോളാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ഇങ്ങനെ കൗണ്ടറിൽ ഞാൻ വന്നുകൊണ്ടേ ആദ്യം പരിചയപ്പെട്ട ആളാണ്. നല്ല ഉണ്ട കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മകളാണെന്നുള്ളതും. എന്ന് മാത്രമല്ല ഇംഗ്ലീഷിൽ PhD എടുത്തിട്ടുള്ള ആളാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രൊഫഷൻ അത്രയും പഠിച്ച് അവരിലേക്ക് പോയിട്ട് പക്ഷേ വീണ്ടും ഹോട്ടലിലേക്ക് വരാം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം, അങ്ങനെ എത്തിപ്പെട്ടു, ഇവിടെ തന്നെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതെത്രത്തോളം പോയതായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇവിടെ? ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അച്ഛന് അമ്മയുണ്ട്, അമ്മ ഇപ്പൊ എത്തിയിട്ടില്ല. എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ ഇവിടെ തന്നെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് കഴിക്കുന്നതിന് ടേസ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു. സാർ ഇവിടെ മാത്രമാണ് ഔട്ട്ലെറ്റ് നമുക്കുള്ളത് അല്ലേ? മറ്റ് ബ്രാഞ്ചസ് ഒന്നുമില്ല ഇവിടെ. എവിടെയെങ്കിലും ബ്രാഞ്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു പക്ഷേ ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് തിരുവനന്തപുരത്ത് വന്ന് കഴിക്കേണ്ടി വരുമല്ലോ, മറ്റ് ജില്ലകളിൽ എവിടെന്നെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഉടനെ പ്രതീക്ഷിക്കേണ്ട ഇവിടെ ഉടനെ. ഈ VIPs ഒക്കെ വന്നപ്പോൾ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു അവരുടെ? നല്ല അഭിപ്രായമാണ്. എല്ലാവരും ഇങ്ങനെ അവരെ സ്ഥലത്ത് ഓരോ ബ്രാഞ്ച് തുടങ്ങാൻ ഇങ്ങനെ പറയാറുണ്ട്. നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സദ്യ ബുക്ക് ചെയ്യാന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ടു, ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞു. അപ്പം പിന്നെ ഡീറ്റെയിൽസ് കൂടി ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഓണത്തിന് വേണ്ടിയിട്ട് സദ്യ ബുക്ക് ചെയ്യേണ്ടത്? തിരുവോണത്തിന്റെ പാഴ്സലായിട്ട് വീട്ടിലെത്തിക്കാനാണ്. അത് തിരുവോണത്തിന് വരുന്നത് 2 എണ്ണം 5 എണ്ണം അങ്ങനത്തെ പാക്കറ്റാണ് വരുന്നത്. 2 എണ്ണത്തിന്റെ സദ്യ, 5 എണ്ണത്തിന്റെ സദ്യ. പിന്നെ ഐറ്റംസ് കൂടുതലായിട്ടാണ് വരുന്നത്. 5 പായസം, നോർമലി ഇവിടെ 2 പായസം, പാഴ്സലിൽ 2 പായസമാണ് വരുന്നത്. അതിനകത്ത് 5 പായസം ഉണ്ടാവും. അട, കടല, സേമിയ, പൈനാപ്പിൾ, അമ്പലപ്പുഴ പായസം അത്രയും ഉണ്ടാവും. റേറ്റ് വ്യത്യാസം ഉണ്ടാവും. 2ന്റെ സദ്യ വരുന്നത് 1380 വരുന്നത്. 5 എണ്ണത്തിന് 3360 അങ്ങനെ. ഹോം ഡെലിവറി ഉണ്ടാവും. നമ്മൾ എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടത്? ക്യാഷ് അടച്ചാണോ ബുക്ക് ചെയ്യേണ്ടത്? ഇല്ല, ബുക്ക് ചെയ്തിട്ട് പോവാം. അന്ന് വന്നിട്ട് ക്യാഷ് അടച്ച് കളക്ട് ചെയ്യാം. പാഴ്സൽ ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അല്ലേ? ഹോം ഡെലിവറി ഉണ്ട്. ആദ്യം ഇപ്പം ഒരാഴ്ച കൂടെ ഹോം ഡെലിവറി എടുക്കുന്നുണ്ടാവും. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ഹോം ഡെലിവറി ക്ലോസ് ചെയ്യും. പിന്നെ വന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. തിരുവോണത്തിൻ്റെ അന്ന് ഹോം ഡെലിവറി ഉണ്ട്. വേണം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കുണ്ട്. ഒരാഴ്ച കൂടെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ക്ലോസ് ചെയ്യും. ശരി ശരി. അങ്ങനെ ഞാനും എടുത്തു കൂപ്പൺ. ഞാൻ തിരുവോണത്തിന് സദ്യ ബുക്ക് ചെയ്യാം എന്ന് കരുതി വന്നതാണ്. പക്ഷെ ഞാനോർത്ത് ഇത്രയും കുറഞ്ഞ ചിലവിൽ ഇത്രയും ഈസി ആയിട്ട് ഇത്രയും രുചികരമായിട്ടുള്ള സദ്യ കിട്ടുമെങ്കിൽ എന്നാൽ പിന്നെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് മറ്റൊരു ഓണ ദിവസം കൂടി സദ്യ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള സദ്യയും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനുള്ള മദേഴ്സ് വെജ് പ്ലാസയിൽ വന്നാൽ നിങ്ങൾക്ക് അതിമനോഹരമായ സദ്യ കഴിക്കാം, ഓണസദ്യ കഴിക്കാം. നമ്മുടെ പഴയ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന അതേ രുചിയോടെയുള്ള ഓണസദ്യ കഴിക്കാം. 100% ഗ്യാരണ്ടി.